ഇടയ്ക്കിടയ്ക്ക് വരുന്ന കമൻസ് ആണ് ഓയിലി സ്കിൻ ആണ്, പാല് സെറ്റാവില്ല, തൈര് സെറ്റാവില്ല, അതിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടോ? പാലും തൈരും ചേർക്കുന്നത് കൊണ്ട് തന്നെ പല ഫേസ് പാക്സും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാറില്ല, ചിലതൊക്കെ മിസ്സാക്കി പോകേണ്ടി വരാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സാധനങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ ₹1 പോലും പുറത്ത് ചിലവാക്കേണ്ടി വരത്തില്ല. അതായത് കടയിൽ പോയി ഒരു സാധനവും വാങ്ങേണ്ടി വരത്തില്ല. അങ്ങനെ പോയി ചോദിച്ചാൽ കിട്ടുന്ന സാധനവും അല്ല ഇത്. സോ ഇത് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുക്കണം. എങ്ങനെ യൂസ് ചെയ്താലാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക എന്നൊക്കെ അറിയണം എന്നാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്കിന്ന് ഒരു സിമ്പിൾ ഫേസ് പാക്ക് ഇടാം. പക്ഷെ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് റിങ്കിൾസ്, ചുളിവുകൾ ഉണ്ടെങ്കിലും കറുത്ത പാടുകൾ ഉണ്ടെങ്കിലും മുഖം ബ്രൈറ്റ് ആവണം എന്നുണ്ടെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. പിന്നെ ഇത് ഏതൊരു പ്രായക്കാർക്കും യൂസ് ആക്കാം. പക്ഷേ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം, അത് ഞാൻ അവസാനം പറയാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. ഇവിടെ മാജിക് ഒന്നുമില്ല, ഇതുവരെയും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് അരിപ്പൊടി എന്ന് പറയുന്നത്. സോ ഞാനിവിടെ കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബേസിന് വേണ്ടിയിട്ടാണ്, ഇതല്ല നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം. എനിക്കിങ്ങനെ ഒലിച്ചൊലിച്ച് വരുന്ന ഫേസ് പാക്കിനെക്കാളും കൂടുതൽ കുറച്ചൊന്ന് നിൽക്കുന്ന ഫേസ് പാക്കാണ് ഇഷ്ടം. അതുകൊണ്ട് കുറച്ച് അരിപ്പൊടി എടുത്ത് മാറ്റി വെച്ചു. അതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അരി കുതിർത്തിട്ടെടുക്കുന്ന വെള്ളമല്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അരി നമ്മൾ ചോറുണ്ടാക്കിയിട്ട് ഊറ്റിയെടുക്കില്ലേ, കഞ്ഞിവെള്ളം നമ്മൾ കുടിക്കാനായിട്ട് എടുക്കുന്നത്, അതാണ്. എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് ഇതാണ്. അരി കുതിർത്ത് കുറേ നേരം വെച്ചിട്ട് അതിൻ്റെ വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഓൾറെഡി ചോറ് വെച്ചതിൻ്റെ അരി ഊറ്റിയ വെള്ളം ഉണ്ടല്ലോ, അതും നമുക്ക് എടുക്കാവുന്നതാണ്. ഇതൊരു ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഡെയിലി ചോറ് വയ്ക്കുമല്ലോ, അപ്പോൾ പിന്നെ ഡെയിലി നമുക്ക് വെള്ളം കിട്ടും. ഒരു ഗ്ലാസ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്കത് എപ്പോഴാണോ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് ആ സമയത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ ഒരു റൈസ് വാട്ടർ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ ധൈര്യമായിട്ട് ഇത് യൂസ് ആക്കാം. നമ്മുടെ മുഖത്ത് വലിയ വലിയ ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓയിലി സ്കിൻകാർക്ക് അത് കൂടുതലായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതൊന്ന് ഷ്രിങ്ക് ആവാനും അതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് സ്കിന്ന് ബ്രൈറ്റ് ആവാനും എല്ലാത്തിനും സഹായിക്കും. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞത് നല്ലൊരു തണുപ്പ് തരും. നമ്മൾ ഓപ്പൺ പോർസ് ഷ്രിങ്ക് ആവാനാണ് യൂസ് ആക്കുന്നതെങ്കിൽ ഈ കഞ്ഞിവെള്ളം എടുത്ത് 1 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. ഏറ്റവും കുറഞ്ഞതാണ്. അപ്പോൾ നന്നായിട്ട് തണുക്കും. അതെടുത്ത് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നല്ല കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്പൺ പോർസൊക്കെ ഷ്രിങ്ക് ആവാനും ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം റിങ്കിൾസൊക്കെ പുതിയത് വരാതെ നോക്കാനും അതുപോലെ ഇപ്പോൾ ഉള്ളതൊന്ന് സട്ടിലാക്കാനും എല്ലാത്തിനും സഹായിക്കും. പിന്നെ റിങ്കിൾസ് എന്ന് പറഞ്ഞാൽ കുറേ നാളെടുത്ത് വന്നതാണ്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മാജിക് പോലെ മാറ്റാനൊന്നും പറ്റില്ല. എന്നാലും നമുക്കിത് യൂസ് ആക്കാനായിട്ട് പറ്റും. ഇനി കുറച്ച് പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനോടൊപ്പം നിങ്ങൾക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. സാധാരണ പാല് ചേർത്ത് കൊടുക്കാം. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേനാണ്. തേൻ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ പാൽ, തൈരൊന്നും മോയ്സ്ചറൈസിങ്ങിന് വേണ്ടി ചേർക്കാത്തത് കൊണ്ട് കുറച്ച് തേനും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ സ്കിന്നിൽ ആ ഒരു ഹൈഡ്രേഷനും ഡീപ്പ് നറിഷ്മെൻറ്റും കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ആക്കാം. അരിപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. സ്കിൻ വൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും പെട്ടെന്നൊരു ഫെയർനെസ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് നമ്മുടെ സ്കിന്നിനെ മാറ്റി വേറൊരു സ്കിൻ കൊണ്ടുവരുന്നതല്ല, ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ഡെഡ് സെൽസും ആ ഒരു സൺ ടാനും ഒക്കെ റിമൂവ് ആയിട്ട് നമുക്ക് കിട്ടുന്ന നമ്മുടെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് ആണ്. അത് തന്നെയാണ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ആ ഒരു അരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നല്ല വൈറ്റ് ആയിട്ടുള്ള ഒരു പൗഡറാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പിങ്ക് ഗ്ലോ, ഒരു വൈറ്റ് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായതാണ്. പക്ഷേ അത് അത്രയും അങ്ങോട്ട് ലാസ്റ്റ് ചെയ്യൊന്നുമില്ല. അതുകൊണ്ട് അത് കുറച്ച് സമയം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോഴോ അതങ്ങ് പൊയ്ക്കോളും. അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒരു ബ്രൈറ്റ്നെസ്സും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നല്ലൊരു കെയറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് നമ്മൾ യൂസ് ആക്കുന്നത്. അതോടൊപ്പം ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസും സ്കിന്നിനെ
ഈ ഒരു ഡെഡ് സെൽസ്, അതുപോലെ തന്നെ കറുത്ത പാടുകൾ, ഇവയൊക്കെ നീക്കം ചെയ്ത് നല്ല രീതിയിലൊരു ഫ്രഷ്നെസ് തരാനും ആ ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിൻ ഉണ്ടല്ലോ അത് കിട്ടാനും സഹായിക്കും. പക്ഷെ അത് ഒറ്റ ദിവസം കൊണ്ട് കിട്ടത്തില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ആക്കണം, എന്നാൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. സോ വിട്ട് കളയാതെ കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക. ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ച് നിങ്ങൾ യൂസ് അങ്ങനെ കണ്ടിന്യൂസ് ഒരു 1 മന്തോ 2 മാസമോ ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ആദ്യത്തെ ഒരു 2-3 യൂസ് കഴിയുമ്പോൾ തന്നെ നല്ല മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ മിസ്സാക്കരുത്. ഈവൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും വേണമെങ്കിലും യൂസ് ആക്കാം ആദ്യത്തെ ഒരാഴ്ച. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 ദിവസമോ 3 ദിവസമോ ഒക്കെ യൂസ് ചെയ്താൽ മതി. ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ മിക്കവാറും മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ചാർട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ സ്കിൻ കെയർ ചാർട്ടായിട്ട് യൂസ് ചെയ്താൽ മതി. മറന്നു പോകാതിരിക്കാൻ ടിക്ക് ചെയ്ത് പോയാൽ മതി. ഒരു കാലണ്ടർ പോലെ റഫായിട്ട് ഒന്ന് എഴുതി പെൻ കൊണ്ട് വരച്ചിട്ട് അതിലൊന്ന് ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോയാൽ മതി. നമ്മളിത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കും. അതല്ലാന്നാണെങ്കിൽ നമ്മൾ നമ്മുടെ മൈൻഡിനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പണി കിട്ടും, നമ്മൾ മറന്നു പോയിരിക്കും. ഇനി ഇതൊന്നും വേണ്ടാന്നാണെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ റിമൈൻഡർ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ടൈമും, നിങ്ങൾക്ക് ഏതാണോ ടൈം കറക്റ്റ് ആയിരിക്കുക അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു ടൈമും അതുപോലെ നമ്മൾ ഏത് ദിവസമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മൺഡേ, വെനസ്ഡേ, സൺഡേ ആണെങ്കിൽ ആ ഒരു 3 ദിവസവും ടൈമർ വെച്ചിട്ട് നമ്മുടെ ഫോണിൽ തന്നെ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ റിമൈൻഡറായിട്ട് അത് വരും. അപ്പം നമുക്ക് ഓർത്ത് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളത് ടിക്ക് ചെയ്താൽ മതി. അങ്ങനെ ചെയ്തു പോകുന്നതും വളരെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളത് മിസ്സാക്കത്തില്ല. പിന്നെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു 15 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും യൂസ് ആക്കാം. വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസും കഴിക്കാൻ എടുക്കുന്ന ഐറ്റംസും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കാൻ, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അരിപ്പൊടിയാണ്. പുട്ടും ഉണ്ടാക്കാൻ തോന്നുന്നു, അതെ, പുട്ടും ഉണ്ടാക്കാം. അങ്ങനത്തെ ഒരു അരിപ്പൊടിയാണ്. നല്ല ഫൈനായിട്ടുള്ള ഭയങ്കര വൈറ്റ് കളറിലിരിക്കുന്ന പച്ചരിയുടെ പൊടിയുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പച്ചരി കുതിർത്തിട്ട് അരച്ച് വറുത്തിട്ട് വീട്ടിലും നമുക്കത് പ്രിപ്പയർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചരി എടുത്ത് മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ട് പൊടിച്ചിട്ട് നന്നായിട്ട് കുതിർന്നതിന് ശേഷം വെള്ളം മൂറ്റിക്കളഞ്ഞ് വേണം പൊടിക്കാൻ. അങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. വറുത്തതാണെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ വെച്ചിരിക്കാം. അങ്ങനെ യൂസ് ആക്കുക. ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ യൂസ് ആക്കാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചായിട്ട് എടുത്ത് റൂമിൽ തന്നെ വെച്ചിരിക്കാം. എന്നിട്ട് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാനും പറ്റും. ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ഈ ഒരു ഫേസ് പാക്ക് മുഖത്ത് അങ്ങനെ തന്നെ വെച്ചിരിക്കുക. അപ്പോഴേക്കും ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങും. എപ്പോഴാണോ ഡ്രൈ ആകുന്നത് ആ സമയത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് റോസ് വാട്ടറോ അല്ലെങ്കിൽ വെള്ളമോ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. 15 മിനിറ്റൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ വെച്ചിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് നിറയെ വെള്ളം തളിച്ച് നന്നായിട്ട് അത് വാഷ് ചെയ്ത് കളയാം. ഇപ്പോൾ കണ്ടോ, ഇടയ്ക്കൊക്കെ ഒരു ഗ്ലോ വരുന്നത് കണ്ടോ. പിന്നെ നമ്മളിതിൽ നമ്മുടെ ഈ ഒരു പാലോ തൈരോ ഒന്നും യൂസ് ആക്കാത്തത് കൊണ്ട് ആ ഒരു നറിഷ്മെൻറ്റ് ഉണ്ടാവത്തില്ല. ഇത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും ഒരു മോയ്സ്ചറൈസർ യൂസ് ആക്കുക. പിന്നെ ഇത് സ്പെഷ്യലി ഫോർ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടാണല്ലോ, അതുകൊണ്ട് ഒരുപാട് നറിഷ്മെൻറ്റും ഹൈഡ്രേഷനും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ട്രൈ ചെയ്യുക. സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന മോയ്സ്ചറൈസർ സ്പെഷ്യലി ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളത് വേണം ട്രൈ ചെയ്യാൻ. ഡ്രൈ സ്കിൻകാർക്കും ഈ ഒരു പാക്ക് യൂസ് ആക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ച് പാലും കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. കഞ്ഞിവെള്ളം കിട്ടാത്ത വീടുണ്ടാവത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ എടുത്ത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് വേണം യൂസ് ആക്കാനായിട്ട്. അത് കുറച്ചും കൂടി ഈ പോർസൊക്കെ മിനിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത്രയും നല്ല ഫേസ് പാക്കാണ്. നല്ല ഗ്ലോ തരും. ഓവർ എ പീരീഡ് ഓഫ് ടൈം നന്നായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുന്നേ നമ്മുടെ വീഡിയോയിൽ കുറേ ഫേസ് പാക്സ് സൺ ടാൻ റിമൂവ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.